ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മന്തിക്ക് ചേർക്കുന്ന ചേരുവകൾ ഒന്നുമില്ലാതെ ഈസി ആയിട്ട് കിടിലൻ ടേസ്റ്റിൽ മന്തി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ്. മന്തി മസാലയും ചിക്കൻ ക്യൂബും ഡ്രൈ ലെമണും ഒന്നും ഇതിന് ചേർത്തിട്ടില്ല. മാത്രമല്ല ജീരകശാല അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബിരിയാണിയുടെ ചേരുവകൾ കൊണ്ട് മന്തിയുടെ രീതിയിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മന്തിയുടെ ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. പാചകം അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പെരുന്നാളല്ലേ വരുന്നത്, നിങ്ങൾക്ക് സ്റ്റാർ ആവുകയും ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഏകദേശം 1.5 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ ഉള്ളിയും കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഞാൻ ഇതുപോലെ മീഡിയം സൈസിലുള്ള 2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇറച്ചിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം മന്തിയുടെ പീസുകളുടെ അത്ര വലിയ പീസുകളല്ല, ബിരിയാണിക്ക് ചേർക്കുന്ന പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. എപ്പോഴും വലിയ പീസുകളായി കട്ട് ചെയ്ത് കിട്ടണമെന്നില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ വലിയ പീസുകളായിട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ ചെറിയ പീസുകൾ കൊണ്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു കുഞ്ഞു പീസ് ക്യാരറ്റും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുക്കാം, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് മന്തി മസാല ചേർത്ത് കൊടുക്കാതെ നമ്മുടെ കയ്യിലുള്ള ഇതുപോലത്തെ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടി 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/2 ടേബിൾ സ്പൂൺ വീതം ഗരം മസാലയുടെയും പെരുംജീരകത്തിൻ്റെയും പൊടിയും 1 നുള്ളി ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് നന്നായി കൈകൊണ്ട് മിക്സാക്കി കൊടുക്കാം. ഈ 3 ഐറ്റംസും ഇടുന്ന വീഡിയോ എൻ്റെ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നേ, അതാണ് ഞാൻ കാണിക്കാത്തത്. കൈ കൊണ്ട് തന്നെ നന്നായി ഇതുപോലെ മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് മിക്സാക്കി കൊടുത്താൽ മാത്രമേ ചിക്കൻ പീസുകളിൽ എല്ലാം ഒരുപോലെ മസാലകൾ പിടിച്ച് കിട്ടുകയുള്ളൂ. ഇനി കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ചിക്കൻ കുക്കായി ഒരു പിസിൽ കേൾക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട റൈസ് എടുക്കാം. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിച്ച ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ചിക്കൻ കുക്കായി ഒരു പിസിൽ കേട്ടിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇതിൽ ഒന്നിൽ കൂടുതൽ പിസിൽ കേട്ടാൽ ഈ ചിക്കന് ടേസ്റ്റ് വരില്ലേ, ഈ ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി. ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടാനുള്ള ഒരു ഇഡ്ഡലി പാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഇഡ്ഡലി പാത്രത്തിൽ എടുത്തതിന് ശേഷം 4 ഏലക്ക ചതച്ചതും കുഞ്ഞു പീസ് പട്ടയും 2 ചെറിയ ബേ ലീഫും 5 ഗ്രാമ്പുവും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം ഇടാൻ മറക്കരുതേ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് അടച്ച് വെച്ച് കൊടുത്ത് ഗ്യാസ് സ്റ്റൗ ഓണാക്കി ഇത് തിളപ്പിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമ്മുടെ കുക്കറിൻ്റെ ഫിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി ഈ കുക്കറിൻ്റെ മൂടിയൊന്ന് തുറന്നു കൊടുക്കാം. കണ്ടോ, ഇതുപോലെയാണ് ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുള്ളത്. ഒരു തുള്ളി വെള്ളം പോലും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, എന്നാലും ഇതിൽ ഇതുപോലെ ഗ്രേവി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതിയേ. ഇതിൽ അധികം ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ചിക്കൻ പീസുകൾ ഓരോന്നും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകൾ എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ, അത് കളയല്ലേ. ലാസ്റ്റ് ഇത് ചോറിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കണ്ടോ, ഇത്ര ഗ്രേവിയാണ് വന്നിട്ടുള്ളത്. ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരണം. ആ ടൈം കൊണ്ട് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്ന റൈസ് ഊറ്റിയെടുക്കാം. ഇതിൻ്റെ വെള്ളം തോർന്നു പോകാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെച്ച് കൊടുത്ത വെള്ളം തിളച്ചാ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടോ, തിളച്ച് വരുന്നുണ്ട്. ഇനി ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കണം.
ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗറും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു നുള്ളു മുഴുവൻ കുരുമുളകും കൂടി ചേർത്ത് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ഇതുപോലെയൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ചിക്കൻ ഇതുപോലെയൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗ ഓഫാക്കി കൊടുക്കാം. ഇനി റൈസ് വെന്തോ എന്ന് നോക്കാം. നോർമൽ വേവുന്നത് പോലെ വേവേണ്ട ആവശ്യമില്ല. 1/4 വേവ് മതിയേ. കണ്ടോ, നമ്മൾ പിതുക്കി നോക്കുമ്പോൾ ഒന്ന് നെങ്ങി പോകരുതേ. ഇതുപോലെ ഇരിക്കണം. ചിക്കൻ വെന്ത് വന്ന ഗ്രേവി കൊണ്ട് ഇത് ദം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് മുഴുവനായി വെന്ത് കിട്ടുമേ. ഒരുപാട് വെന്ത് പോയാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഈ ചോറ് ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് ഫുള്ളും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടി ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടി ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കൊടുക്കാം. പാല് ഇതുപോലെയൊന്ന് കലങ്ങി കിട്ടണേ. ഇനി ഇത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ചോറ് ദം ചെയ്യാം. ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് ദം ചെയ്യുന്നത്. ഫസ്റ്റ് പാത്രത്തിൽ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ആ മഞ്ഞപ്പൊടിയുടെയും പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചോറും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചോറ് ഫുള്ളും ഇട്ട് കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ആ പാലിൻ്റെയും മഞ്ഞളിൻ്റെയും മിക്സും കൂടി മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയാണ് ചിക്കൻ കുക്കായി വന്ന ഗ്രേവി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ദമ്മായി വരുമ്പോൾ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ചിക്കൻ പീസുകളും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി മന്തിക്ക് ചെയ്യുന്നത് പോലെ തന്നെ ചോറിൻ്റെ ഉള്ളിൽ പച്ചമുളകുകൾ ഇതുപോലെ കുഴിയാക്കി ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് സ്മോക്കും കൂടി ചെയ്തെടുക്കണം. അതിനായിട്ട് 2 ചിരട്ട ഇതുപോലെ കനലാക്കിയതിന് ശേഷം ഇത് ഒരു പാത്രത്തിൽ എടുത്തതിന് ശേഷം ചിക്കൻ പീസുകൾ മാറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കണേ. അപ്പോൾ നല്ലതുപോലെ ചൂട് നിന്ന് ദമ്മായി കിട്ടും. ഇനി ഗ്യാസ് സ്റ്റൗ ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 20 മിനിറ്റെങ്കിലും ഇതുപോലെ കിടക്കണമേ. 20 മിനിറ്റ് കഴിയുമ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കി നമ്മുടെ ദമ്മ് പൊട്ടിച്ചെടുക്കാം. ആ വെയിറ്റ് മാറ്റി കൊടുത്തതിന് ശേഷം മൂടി മാറ്റി കൊടുത്ത് നമ്മുടെ ആ കണലൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം ചിക്കൻ പീസും ചോറും ഇതുപോലെ കോരിയെടുക്കാം. കണ്ടോ, ആ മഞ്ഞപ്പൊടിയും പാലും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ ആ ഒരു കളറൊക്കെ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. ഇത് നല്ല ടേസ്റ്റുമാണ്. ഇതിന് ഗസ്റ്റുകൾക്കും വീട്ടിലുള്ളവർക്കും വെച്ച് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റൈസാണ്. ഇത് ഒരുപാട് ജോലിയൊന്നുമില്ല. കുക്കറിൽ ഒരു പീസിൽ മാത്രം കേട്ടാൽ മതി, ചിക്കൻ കുക്കായി വരും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എത്ര കഴിച്ചാലും മതി വരത്തില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മയോണൈസും തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് മന്തിയുടെ ടേസ്റ്റ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.